മാധ്യമപ്രവർത്തകൻ അനിൽ നമ്പ്യാർ കുറച്ച് സമയം മുമ്പ് ഇട്ട ഒരു പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത്. സമൂഹമാധ്യമത്തിൽ വലിയ ചർച്ചയാണിത്. അതായത് ഒരു മനുഷ്യത്വപരമായ രീതിയിൽ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് അനിൽ നമ്പ്യാർ ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. പക്ഷേ അതിന് കീഴെ വരുന്ന കമൻറ്റുകളൊന്നും ആ പോസ്റ്റിനോട് യോജിക്കുന്നതല്ല എന്നതാണ് സത്യം. അതായത് പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളെ ജയിലിൽ കൊണ്ടുപോകുന്ന, ജയിലിൽ വിചാരണയ്ക്കും അതുപോലെ തന്നെ കോടതിയിൽ വിചാരണയ്ക്കും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ കൊണ്ടുപോകുന്ന ഒരു രംഗം, ഒരു ചിത്രം പകർത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ ചിത്രം നൽകിക്കൊണ്ടാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. നിരോധിക്കപ്പെട്ട സിമിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും നിരോധിക്കപ്പെട്ട NDF-ന്റെ സ്ഥാപക ചെയർമാനും നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻ ദേശീയ ചെയർമാനും SDPIയുടെ മുൻ ദേശീയ പ്രസിഡന്റുമായ അബൂബക്കറിനെ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ എടുത്ത ദൃശ്യമാണ് ഇത്. അർബുദബാധിതനായി തികച്ചും ക്ഷീണിതനായ അദ്ദേഹത്തെ തീവ്രവാദ കേസിൽ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാൻ കോടതിക്കകത്തേക്ക് കൊണ്ടുപോയത് വീൽ ചെയറിലായിരുന്നു. ഏകദേശം 4 വർഷമായി അബൂബക്കറും നാസറുദ്ദീൻ എളമരവും ഉൾപ്പെടെയുള്ള നേതാക്കൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തീഹാർ ജയിലിൽ കഴിയുകയാണ്. രാജ്യദ്രോഹ കുറ്റമാണ് ഇവർക്കെതിരെ ചാർത്തിയിരിക്കുന്നത്. ISIS പോലുള്ള ഭീകരവാദ സംഘടനകളിൽ നിന്ന് ഫണ്ട് കൈപ്പറ്റി ഭാരതത്തെ ഒറ്റിക്കൊടുക്കാനും തകർക്കാനും കരുക്കൾ നീക്കിയവരാണ് ഇവർ എന്നാണ് NIA-യുടെ കണ്ടെത്തൽ. വിചാരണ തടവുകാരാണെങ്കിലും അവർക്ക് മനുഷ്യാവകാശങ്ങൾ ഉണ്ട്. ആ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടാതിരിക്കാനുള്ള കരുതൽ നീതിപീഠങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. വിചാരണ ഉടൻ നടത്തി കുറ്റക്കാരാണെങ്കിൽ അവരെ ശിക്ഷിക്കുക, നിരപരാധിത്വം തെളിയുന്ന പക്ഷം അവരെ വെറുതെ വിടുക. വിചാരണ തടവുകാരായി 10-15 വർഷം ജയിലിൽ കഴിയാൻ വിധിക്കപ്പെട്ടവരുടെയും കുടുംബാംഗങ്ങളുടെയും കണ്ണുനീർ ബഹുമാനപ്പെട്ട കോടതി കാണണം. നീതിന്യായം ഉറപ്പുവരുത്താൻ ഇഴച്ചുകൊണ്ടുപോവുകയും വലിച്ചു നീട്ടുകയും ചെയ്യുന്ന പ്രക്രിയയ്ക്ക് പൂർണ്ണ വിരാമമിടണം. ജസ്റ്റിസ് ഡിലേയ്ഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്നാണല്ലോ. എന്തിനാണ് ഈ അമാന്തം? സുപ്രീം കോടതി തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ട് വിചാരണ തടവുകാരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ്. ഈ രാജ്യദ്രോഹ കുറ്റം ചുമത്തുക എന്ന് പറഞ്ഞാൽ സ്വന്തം രാജ്യത്തെ ദ്രോഹിക്കുക, രാജ്യത്തെ ജനങ്ങളെ ദ്രോഹിക്കുക, രാജ്യത്തിനെതിരെ നിൽക്കുക, തീവ്രവാദം ഇവിടെ വളർത്തി വലുതാക്കുക, മതഭീകരവാദം നടത്തുക, പൊട്ടിത്തെറികൾ, അരുംകൊലകൾ ഒക്കെ നടത്തുക, അത് പ്ലാൻ ചെയ്യുക ഒക്കെയാണ് ഇവർ ചെയ്ത കുറ്റം ആയിട്ട് ആരോപിക്കപ്പെടുന്നത്. NIA കണ്ടെത്തിയതും അതുതന്നെ. ഇവർക്ക് ചിലപ്പോൾ അർബുദം കാണും, അല്ലെങ്കിൽ മറ്റ് രോഗങ്ങൾ കാണും. അതൊന്നും ഇവർ ചെയ്ത തെറ്റിന് പ്രതിഫലമായി കിട്ടിയതൊന്നുമല്ല. അവർക്ക് രോഗാവസ്ഥയുണ്ടായിരുന്നിരിക്കണം. എന്ത് രോഗമായാലും എന്ത് ബുദ്ധിമുട്ടായാലും അതിനൊക്കെ ജയിലുകളിൽ ചികിത്സയുണ്ട്. ഇവർ 15 അല്ല എത്ര വർഷം വേണമെങ്കിലും അവിടെ കിടന്ന്, ഈ രാജ്യദ്രോഹികൾ അവിടെ കിടന്ന് ചത്താലും ആർക്കുമൊന്നുമില്ല. ഇവർക്കൊക്കെ നീതി വാങ്ങിച്ചു കൊടുക്കാൻ സുപ്രീം കോടതി ഇടപെടണം എന്നൊക്കെ അനിൽ നമ്പ്യാരെ പോലെ ഒരു മാധ്യമപ്രവർത്തകൻ പറഞ്ഞാൽ ആളുകൾ പ്രതികരിക്കും. അത് രാജ്യത്തോട് സ്നേഹമുള്ള, രാഷ്ട്രത്തോട് ബഹുമാനമുള്ള, ജനങ്ങളെ അറിയുന്ന, ജനാധിപത്യപരമായി ചിന്തിക്കുന്ന, ഭരണഘടനാപരമായി ചിന്തിക്കുന്ന ജനങ്ങൾ തീർച്ചയായിട്ടും അതിനെതിരെ പ്രതികരിക്കും. ഇവർക്കൊക്കെ കിട്ടാവുന്ന ശിക്ഷ ഇതാണ്. ഒരു വേള ഇവർ കപിൽ സിബലിനെയോ മനു അഭിഷേക് സിംഗ്വിയോ ഹരീഷ് സാൽവിയോ വക്കീലന്മാരായി വെച്ചുകൊണ്ട്, പണമുണ്ട് ഇവരുടെയൊക്കെ കയ്യിൽ വെച്ചുകൊണ്ട് വാദിച്ച് ചിലപ്പോൾ സുപ്രീം കോടതിയിലായാലും ഇവർ ചിലപ്പോൾ കേസിൽ നിന്ന് ഊരിപ്പോന്നേക്കാം. ഇവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഊരിപ്പോന്നേക്കാം. അപ്പോൾ ഇവർക്ക് കിട്ടാനുള്ള ശിക്ഷയാണ് ഈ ജയിൽ ശിക്ഷ ആയിട്ട് ഇപ്പോൾ അവർ അനുഭവിക്കുന്നത്. ഇവർക്ക് എന്ത് പരമാവധി ശിക്ഷ കൊടുത്താലും അതിൽ നിന്നൊക്കെ ഊരിപ്പോരാനുള്ള ലൂപ്പ് ഹോളുകൾ ഉണ്ടാക്കാൻ മിടുക്കരായ വക്കീലന്മാരെ പണം കൊടുത്ത് ഇറക്കുമതി ചെയ്ത് അതൊക്കെ വാദിച്ച് ജയിക്കാനുള്ള എല്ലാ കഴിവും ഇവർക്കുണ്ട്. നിരവധി കേസുകളിൽ നമ്മളിത് കണ്ടതാണ്. ഇതുപോലെയുള്ള കൊടും കുറ്റവാളികൾ, രാജ്യദ്രോഹികൾ, കൊലപാതകികൾ ഒക്കെ തന്നെ പിന്നീട് കൈയും വീശി ചിരിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ കൂടെ നടക്കുന്നത് നമ്മൾ എത്ര കണ്ടതാണ്, എന്തെല്ലാം കേട്ടതാണ്. ഈ രാജ്യദ്രോഹികൾക്ക്, രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക്, രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക്, രാജ്യത്തിന് എതിരെ നിൽക്കുന്നവർക്ക്, മതഭീകരവാദം പ്രോത്സാഹിപ്പിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇതിനപ്പുറമുള്ള ശിക്ഷ കൊടുക്കണം. ഇവരെയൊക്കെ ഏകാന്ത തടവിന് ഇടണം. ഇവർക്ക് ചികിത്സ കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. പക്ഷേ ഇവരെയൊക്കെ ആൻഡമാൻ ജയിലുകൾ പോലെയുള്ള ജയിലുകൾ ഉണ്ടാക്കിയിട്ട് ഏകാന്ത തടവിന് ഇവരെയൊക്കെ വിധിക്കണം. ഇവരെയൊക്കെ അത്തരം ജയിലുകളിൽ പ്രത്യേകമായി ഉണ്ടാക്കി പറഞ്ഞു വിടണം. ഇവനൊക്കെ അവിടെ കിടന്ന് നരകിച്ച് പുഴുത്ത് ചാകട്ടെ എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. ആരഭിപ്രായം പറഞ്ഞാലും അതിന് കൃത്യമായി നമ്മുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. അനിൽ നമ്പ്യാർ എൻ്റെ ഒരു സുഹൃത്താണ്, ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുള്ളതാണ്, എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞു എന്ന് വിചാരിച്ച് ഇത്തരം രാജ്യദ്രോഹികൾക്ക് അവർക്ക് മനുഷ്യത്വപരമായ പരിഗണന നൽകണം, അല്ലെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് വിചാരണ പൂർത്തിയാക്കി അവരെ റിലീസ് ചെയ്യണം, ജാമ്യം കൊടുക്കണം, അല്ലെങ്കിൽ ജാമ്യം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, ശിക്ഷിക്കുകയാണെങ്കിൽ ശിക്ഷിക്കട്ടെ എന്നൊന്നും ഇവരെയൊന്നും ഒറ്റയടിക്ക് അങ്ങനെ കൊല്ലരുത്. ഇവരൊക്കെ ഇങ്ങനെ കിടന്ന് നരകിക്കണം. എന്നാലേ ഇനി നാളെ തീവ്രവാദവും മതഭീകരവാദവും പൊട്ടിത്തെറിയും ആളുകളെ കൊല്ലലും ഒക്കെ നടത്താൻ പോകുന്ന
അവൻ്റെ ഏതവനായാലും PFIക്കാരനായാലും ഏത് ഭീകര സംഘടനാ പ്രവർത്തകനായാലും അവനൊക്കെ മനസ്സിലാകൂ, ഇതാണ് ഇവർക്ക് കിട്ടുന്ന ശിക്ഷ, അല്ലെങ്കിൽ ഇതാണ് ഇവരുടെ അവസ്ഥ, ഇതാണ് ഇങ്ങനെ ചെയ്യുന്നവരുടെ വിധി. സ്വന്തം രാജ്യത്തിരുന്ന് സ്വന്തം രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവനൊക്കെ ഈ അനുഭവം വരും എന്നുള്ളത് അവന്മാർ കാണുകയാണെങ്കിൽ കാണട്ടെ, കണ്ടിട്ട് നന്നാവുകയാണെങ്കിൽ നന്നായിക്കൊള്ളട്ടെ. ഇവന്മാർക്ക് ഇത് തന്നെ വേണം. അത് ഈ അബൂബക്കറായാലും നാസറുദ്ദീൻ എളമരമായാലും ഏത് തലതൊട്ടപ്പനായാലും ഏതവനായാലും അവനൊക്കെ ഇതിലപ്പുറം കിട്ടണം. അവനെയൊന്നും ഇങ്ങനെ ശിക്ഷിച്ചാൽ പോരാ, അവനെയൊന്നും വീൽ ചെയറിൽ കൊണ്ടുവരരുത്, അവനെയൊക്കെ ഉരുട്ടിക്കൊണ്ടുവരണം എന്ന അഭിപ്രായവും പലരും പറയുന്നുണ്ട്. നമ്മൾ അങ്ങനെ പറയുന്നില്ല എങ്കിലും ഇതൊക്കെ തന്നെ ഇവർ അനുഭവിക്കേണ്ടത് തന്നെയാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്.